വെൽക്കം ടു മൈ ചാനൽ അൻസിസ് പാഷൻസ്. ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്കോ പാൽപ്പൊടിയോ ഒന്നും ചേർക്കാതെയും പാൽ വറ്റിച്ചെടുക്കാതെയും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, എന്നാൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തുണ്ടാക്കുന്ന അതേ ടെക്സ്ചറിലും ടേസ്റ്റിലുമുള്ള ക്യാരറ്റ് നുറുക്ക് ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി കാണാം. ഈ ഒരു പായസം തയ്യാറാക്കാൻ വേണ്ടി പ്രിപ്പറേഷൻ ടൈം എല്ലാം ഉൾപ്പെടെ എനിക്കൊരു 25 മിനിറ്റ് സമയം മാത്രമേ ചിലവായിട്ടുള്ളൂ. അപ്പോൾ പായസം തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത ശേഷം കുക്കർ അടച്ച് വേവിക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ സമയം ഫ്ലെയിം സിമ്മിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പഞ്ചസാര കരിയാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പായി ഞാൻ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളറിലാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര നല്ല ഗോൾഡൻ കളറിലായി വന്നിട്ടുണ്ട്. പായസത്തിന് വേണ്ടി ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 1 കപ്പ് അളന്നെടുക്കാം. ശേഷം ഇത് ഉരുളിയിലേക്ക് ചേർക്കാം. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. തണുത്ത പാലൊഴിക്കുന്ന സമയത്ത് കാരമലൈസ് ചെയ്തത് ഒന്ന് ക്രിസ്റ്റൽ രൂപത്തിലായിരിക്കും. എന്നാൽ പാല് ചൂടാവുന്ന അനുസരിച്ച് അത് അതിലേക്ക് മെൽറ്റ് ആയിക്കോളും. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗർ നന്നായിട്ട് അതിൽ മെൽറ്റായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാല് കൂടി ഇതിലേക്ക് ചേർത്ത് തിളപ്പിക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാരമലൈസ് ചെയ്ത് ചേർക്കുന്നത്. ഇനി പാലൊക്കെ നന്നായി തിളച്ച് വരട്ടെ. ഈ സ്റ്റീമർ ഒന്ന് ചൂടാകാൻ വേണ്ടി വയ്ക്കാം. ഞാനിവിടെ 250 ഗ്രാം ക്യാരറ്റ്, അതായത് ഏകദേശം 3 മീഡിയം സൈസുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ക്യാരറ്റിൻ്റെ പച്ചച്ചുവ മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നെയ്യ് മിക്സ് ചെയ്യുന്നത്. ഇനി ക്യാരറ്റ് ഒരു 3-4 മിനിറ്റ് നേരത്തേക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ക്യാരറ്റിൻ്റെ കളറ് അതേപോലെ തന്നെ പായസത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നേരത്തെ കാരമലൈസ് ചെയ്ത പഞ്ചസാര കൂടാതെയാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി പഞ്ചസാര നന്നായി അലിയുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഈ സമയം കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായി റിലീസായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നുറുക്ക് ഗോതമ്പൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടോ ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല. ഗോതമ്പ് നുറുക്ക് വേവിക്കുന്ന സമയത്ത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഗോതമ്പ് നുറുക്ക് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം ക്യാരറ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർക്കാം.
ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ പായസം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഇപ്പോൾ ഈ പായസം കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു തിക്കായിട്ട്, അതായത് ഇലയിലൊക്കെ ഒഴിച്ചാൽ ഒഴുകി പോകാത്ത ഒരു പരുവത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയൊരു പൊടിക്കൈ കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, അതായത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒരു പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇളം ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. ഇത് ഇളക്കിക്കൊണ്ട് തന്നെ തിളയ്ക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ പായസം നല്ല പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ടുണ്ട്. ഈ പായസം ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം നമ്മൾ കഴിക്കുന്ന സമയത്ത് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തുണ്ടാക്കുന്ന പായസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ പായസം പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. 1-2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നട്ട്സ് ഒരല്പം നെയ്യിൽ റോസ്റ്റ് ചെയ്ത് അതുകൂടി പായസത്തിലേക്ക് ചേർക്കാം. കിസ്മിസ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് നട്ട്സിനോടൊപ്പം കിസ്മിസ് കൂടി ചേർക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ക്യാരറ്റ് നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു തന്നെയായിരുന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടെ ചെയ്യുക. ഒരു ഇമോജിയിലൂടെ ആണെങ്കിലും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. കൂടാതെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്